നമ്മൾ ഇനി പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമവളപ്പിൽ ആധികാരികമായ വിജയവുമായി തൃശ്ശൂർ അങ്ങ് എടുത്തു സുരേഷ് ഗോപി അല്ലേ? തീർച്ചയായും സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് കെ മുരളീധരന്റെ പ്രതികരണം കാത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മുമ്പിൽ ഒരുപാട് നേരമായി മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഇതുവരെയും ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിനെ പൊതുവെ വിലയിരുത്തിയാൽ വലിയ അതിശക്തമായ മത്സരം നടന്നു എന്ന് അവകാശപ്പെട്ട തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സത്യത്തിൽ ഏകപക്ഷീയമായ മത്സരമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു ത്രികോണ മത്സരം തൃശ്ശൂരിൽ നടന്നിട്ടില്ല എന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപി 74,686 വോട്ടുകൾക്ക് ഏകപക്ഷീയമായി വിജയിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 1,20,000 വോട്ടുകൾ കൂടുതൽ സുരേഷ് ഗോപി നേടിയിരിക്കുന്നു. 2,93,333 വോട്ടുകളാണ് 2,93,000 വോട്ടുകളാണ് കഴിഞ്ഞ സുരേഷ് ഗോപി നേടിയതെങ്കിൽ ഇത്തവണ 4,12,338 വോട്ടുകൾ സുരേഷ് ഗോപി നേടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി, ഒരു റൗണ്ടിൽ പോലും സുരേഷ് ഗോപി പുറകോട്ട് പോയില്ല. വെച്ചടി വലിയ രീതിയിൽ ഭൂരിപക്ഷം ലീഡ് ഉയർത്തുന്ന നിലയിലേക്ക് സുരേഷ് ഗോപി എത്തി. മാത്രമല്ല 7 LDF കോട്ടകൾ എന്നറിയപ്പെടുന്ന LDF MLA-മാരുള്ള ഏറ്റവും ശക്തമായ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി വ്യക്തമായ ലീഡ് നേടി. LDF ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിച്ച പഞ്ചായത്തുകൾ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സത്യത്തിൽ LDF UDF ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ മണിക്കൂറുകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായത്. സ്വാഭാവികമായും LDF സ്ഥാനാർത്ഥി UDF വിജയിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരണം ഉണ്ടാകുമായിരുന്നു. അതിനുമപ്പുറത്തേക്ക് BJP വിജയിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് 75,000 വോട്ടുകൾക്ക് BJP വിജയിക്കുന്നു എന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു വിജയമാണ്, ഒരു ആധികാരിക വിജയമാണ്, നിസ്സാരമായ വിജയമല്ല എന്ന് LDF UDF മുന്നണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾ എടുത്തതിന് ശേഷമാണ് LDF സ്ഥാനാർത്ഥി പ്രതികരിക്കാൻ തയ്യാറായത്. ഇപ്പോൾ നാം മണിക്കൂറുകളായി കെ മുരളീധരന്റെ വീടിനുള്ളിൽ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഈ വീടിനകത്ത് TM പ്രതാപൻ ഉൾപ്പെടെയുള്ളവരുമായി നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ രീതിയിലുള്ള വിജയം ഒരു ഘട്ടത്തിൽ പോലും UDF പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ LDF UDF വിജയിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു അവസാന ഘട്ടത്തിൽ വരെ ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ കണക്കുകൾ, BJPയുടെ കണക്കുകൾ വിജയം കാണുന്ന സ്ഥിതിയാണ് കണ്ടത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആദ്യ റൗണ്ട് മുതൽ അവസാന റൗണ്ട് വരെ ആധികാരികമായ വിജയം BJP നേടിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം തൃശ്ശൂരിൽ തമ്പടിച്ചതിന് ഗുണം. ജെയ്സൺ, ഞാൻ തിരികെ എത്താം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തത്സമയ സംപ്രേഷണം